Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss two Indian accounting standards. Accounting Standard 1 and Accounting Standard 2. Accounting Standard 1, Disclosure of Accounting Policies. Accounting Standard 2, Valuation of Inventories. Today we are going to learn more about Accounting Standard 1 and Accounting Standard 2. First one, Accounting Standard 1, Disclosure of Accounting Policies. First one, Disclosure of Accounting Policies. This standard explains how accounting policies have to be followed in preparing and presenting financial statement. Okay. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അതുപോലെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തും എങ്ങനെയാണ് നമുക്ക് അക്കൗണ്ടിങ് പോളിസീസ് ഫോളോ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് അക്കൗണ്ടിങ് പോളിസീസ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് എന്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്. ഓക്കെ, ദിസ് സ്റ്റാൻഡേർഡ് എക്സ്പ്ലെയിൻസ് ഹൗ അക്കൗണ്ടിങ് പോളിസീസ് ഹൗ ടു ബി ഫോളോഡ് ഇൻ preparing and presenting financial statement. Okay. Moreover, this standard sets out overall requirements for the presentation of financial statement, guidelines for their structure and minimum requirements for their content. Okay. അപ്പം ഇത് കൂടാതെ എന്തൊക്കെയാണ് പറയുന്നത് നോക്കേ. This standard sets out overall requirements for the presentation of financial statement. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് ആണോ ഉള്ളത് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഏതിൽ പറയുന്നുണ്ട്, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസിൽ പറയുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ ഗൈഡ് ലൈൻസ് ഫോർ ദ സ്ട്രക്ചർ, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം, അതിന് വേണ്ടുന്ന ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ആൻഡ് മിനിമം റിക്വയർമെൻറ്റ്സ് ഫോർ ദെയർ കണ്ടൻറ്റ്, അതിനകത്ത് ഉള്ള എഴുതേണ്ടുന്ന ആ സ്ട്രക്ചറിനകത്തുള്ള ഐറ്റംസ് കണ്ടൻറ്റ് അതിൽ മിനിമം എത്രത്തോളം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസിൽ പറയുന്നത്. ഓക്കെ, there are many areas where more than one method can be followed for accounting. There can be different methods for providing depreciation, treatment of expenditure during construction, valuation of inventories, valuation of investment, valuation of fixed asset, etc. Okay, അപ്പോൾ നോക്കിയേ, there are many areas where more than one method can be followed for accounting. നമുക്കറിയാം പല ഐറ്റത്തിനും ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പല ഐറ്റം, സപ്പോസ് എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഏത് മെത്തേഡ്സാണ് നമ്മൾ എടുക്കേണ്ടുന്നത് അല്ലേ? അപ്പോൾ അതൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പം അങ്ങനെ ഒന്നിൽ കൂടുതൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ആ ഐറ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഐറ്റത്തിനെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എന്ത് പോളിസിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം. ദർ ആർ മെനി ഏരിയാസ് വെയർ മോർ ദാൻ വൺ മെത്തേഡ് ക്യാൻ ബി ഫോളോഡ് ഫോർ അക്കൗണ്ടിങ്. ദർ ക്യാൻ ബി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഫസ്റ്റ് വൺ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ, ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ, ദെൻ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി വാല്യുവേഷൻ നമുക്കറിയാം, ലിഫോ മെത്തേഡ്, ഫിഫോ മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽ ഏതാണ് ഫോളോ ചെയ്യുന്നത്, ദെൻ വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, വാല്യുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്, എക്സെട്ര. ഓക്കെ, then financial statements is a structural representation of the financial position and financial performance of an entity. നമുക്കറിയാം വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിമ്പിൾ മീനിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് the financial performance of an entity. It provide information about an entity's asset, liabilities, equity, income and expenses, contribution by and distribution to owners, and last one cash flow. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഉള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഏതിന് കഴിയും, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് കഴിയും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ആൻ എൻറ്റിറ്റി. It provide, that means financial statement provide the information about an entity's asset, entity's liability, entity's equity, entity's income and expenses, entity's contribution by, then distribution to owners, and cash flow. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുക ഡിസ്ക്ലോഷറിൽ വരുന്നത്.
ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഡിസ്ക്ലോഷർ ആണ്. ഓൾ സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ഫോളോഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് അറ്റ് വൺ പ്ലേസ്. ഇനി അതായത് നമ്മൾ എന്തൊക്കെ മെത്തേഡാണ് നമ്മൾ ഈ ബിസിനസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പോളിസീസാണ് എടുത്തിട്ടുള്ളത്, എന്തെല്ലാം മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് എന്ത് ചെയ്തിരിക്കണം, ഒരു സ്ഥലത്ത് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഇപ്പോൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് എടുത്തിരിക്കുന്നത്. വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി ആണെങ്കിൽ ലിഫോ മെത്തേഡാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫിഫോ മെത്തേഡാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ, എന്തെല്ലാം പോളിസീസ് ആണോ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അതെന്ത് ചെയ്തിരിക്കണം, ഒരു സ്ഥലത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതാണ് അവിടുത്തെ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ്. Indian Accounting Standard 2 Valuation of Inventories. This prescribes the accounting treatment for inventories. എങ്ങനെയായിരിക്കണം ഇൻവെൻറ്ററീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ഒരു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻവെൻറ്ററീസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടുന്നത് അതിനെക്കുറിച്ച് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഏത് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. ദിസ് സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഈസ് സബ്സിക്വൻറ്റ് റെക്കഗ്നേഷൻ ആസ് ആൻ എക്സ്പെൻസ് ഇൻക്ലൂഡിംഗ് എനി റൈറ്റ് ഡൗൺ ടു നെറ്റ് റിയലൈസബിൾ വാല്യൂ എക്സെട്ര. അപ്പോൾ എന്താണ് ദിസ് സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത്, ഈ സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ്, അതിൻ്റെ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ്, ആ ഇൻവെൻറ്ററിയുടെ കോസ്റ്റ് എന്താണ്, ഈ സബ്സിക്വൻറ്റ് റെക്കഗ്നേഷൻ ആസ് ആൻ എക്സ്പെൻസ്, ഇതിൻ്റെ എക്സ്പെൻസസ് എന്തൊക്കെയാണ്, ദെൻ ഇൻക്ലൂഡിങ് എനി റൈറ്റ് ഡൗൺ, എന്തെങ്കിലും ആ ഇൻവെൻറ്ററീസ് എന്തെങ്കിലും വാല്യൂ റൈറ്റ് ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എത്രയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീൽ ചെയ്യുന്നത് ഏത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് ആണ്. This also deals with the cost formulas that are used to assign cost to inventories. അതുപോലെ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യുന്ന എന്താണ്, കോസ്റ്റ് ഫോർമുല ദാറ്റ് ആർ യൂസ്ഡ് ടു അസൈൻ കോസ്റ്റ് ടു ഇൻവെൻറ്ററീസ്. ഓക്കെ, അപ്പോൾ ഇൻവെൻറ്ററിയിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്ന കോസ്റ്റ് ഫോർമുല, ആ അസൈനിലേക്ക് ഇൻവെൻറ്ററിയിലേക്ക് അസൈൻ ചെയ്യേണ്ടതായിട്ടുള്ള കോസ്റ്റിൻ്റെ, നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റിൻ്റെ കോസ്റ്റ് ഫോർമുലാസ് എന്താണ്, ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും, വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2-ലായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ഇൻവെൻറ്ററീസ്. എന്തൊക്കെയാണ് ഇൻവെൻറ്ററീസ് എന്ന് വരുന്നത് നോക്കാം. ഇൻവെൻറ്ററീസ് ആർ അസറ്റ്സ്, ഫസ്റ്റ് വൺ ഹെൽഡ് ഫോർ സെയിൽ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അപ്പം നമ്മൾ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സാധനം, നമ്മുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന സെയിലാണ്. അതിന് വേണ്ടി ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്ത് ഗുഡ്സ് ആണെങ്കിലും അതെന്തിൽ വരും, ഇൻവെൻറ്ററി ആയിട്ട് വരും. ദെൻ ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ സച്ച് സെയിൽ, അതുപോലെ ഈ സെയിലിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽസ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയലും എന്തിൻ്റെ കാറ്റഗറിയിൽ വരാം, ഇൻവെൻറ്ററീസിൻ്റെ കാറ്റഗറിയിൽ വരാം. ദ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് മെറ്റീരിയൽസ് ഓർ സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓർ ഇൻ ദ റെൻഡറിങ് ഓഫ് സർവീസസ്. അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽസോ മറ്റുള്ള ഐറ്റമോ ഇതെല്ലാം ഏതിൽ വരുന്നതാണ്, എന്താണ്, ഇൻവെൻറ്ററിയിൽ വരുന്നതാണ്. ഒരു പർട്ടിക്കുലർ ഡേറ്റ് എൻഡിങ്ങിൽ നമ്മുടെ കൈവശമുള്ള പിന്നെ അൺസോൾഡ് ഗുഡ്സ് വരാം, പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഐറ്റംസ് വരാം, അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം, ഇതെല്ലാം എന്തിൻ്റെ കാറ്റഗറിയിൽ വരാം, ഇൻവെൻറ്ററീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ മെഷർമെൻറ്റ് ഓഫ് ഇൻവെൻറ്ററീസ്. മെഷർമെൻറ്റ് ഓഫ് ഇൻവെൻറ്ററീസ് എങ്ങനെ നമുക്ക് ഇൻവെൻറ്ററീസിനെ മെഷർ ചെയ്യാം. ഇൻവെൻറ്ററീസ് ഷാൽ ബി മെഷേർഡ് അറ്റ് ദ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. നമ്മൾ ഒരു ഇൻവെൻറ്ററിയുടെ കോസ്റ്റ് പ്രൈസും എടുക്കുന്നു, അതുപോലെ മാർക്കറ്റ് പ്രൈസും എടുക്കുന്നു. അതിൽ ഏതാണോ ചെറിയ വാല്യൂ അതായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുക, വാല്യൂ ഓഫ് ഇൻവെൻറ്ററി ആയിട്ട് എടുക്കുക. ഓക്കെ, ഇൻവെൻറ്ററീസ് ഷാൽ ബി മെഷേർഡ് അറ്റ് ദ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ റെഫേഴ്സ് ടു ദ നെറ്റ് എമൗണ്ട് ദാറ്റ് ആൻ entity expected to realize from the sale of inventory in the ordinary course of business. നെറ്റ് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിൽ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു ഇൻവെൻറ്ററി നമ്മൾ വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും, ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ അത് എത്ര രൂപ നമുക്ക് കിട്ടും, ആ കിട്ടുന്ന എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുക, മാർക്കറ്റ് പ്രൈസ് എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിസ്ക്ലോഷർ. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ഡിസ്ക്ലോഷർ എന്താണെന്ന് നോക്കുക. ആൻ എൻ്റർപ്രൈസ് ഷുഡ് ഡിസ്ക്ലോസ് the
ഫോളോയിങ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ താഴെ പറയുന്ന കാര്യങ്ങൾ മസ്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് പോളിസീസ് അഡോപ്റ്റഡ് ഇൻ മെഷറിംഗ് ഇൻവെൻറ്ററീസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് അക്കൗണ്ടിങ് പോളിസിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അതറിഞ്ഞിരിക്കണം. മെത്തേഡ്സ് ഓഫ് ഉണ്ടല്ലോ, മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററി ഉണ്ട്, അതിലേത് മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ദെൻ കോസ്റ്റ് ഫോർമുല യൂസ്ഡ്, എന്ത് കോസ്റ്റ് ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അത് മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെൻറ്ററീസിനെ എത്ര തരം എങ്ങനെയൊക്കെ ക്ലാസിഫൈ എന്താണ് ഇൻവെൻറ്ററീസ്, മെറ്റീരിയൽ ഓഫ് ഇൻവെൻറ്ററീസ് വരാം, വർക്ക് ഇൻ പ്രോഗ്രസ് വരാം, ഫിനിഷ്ഡ് ഗുഡ്സിൽ ഇൻവെൻറ്ററി വരാം. അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് എന്തൊക്കെയാണ് അതിനെല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ. Dear students, watch and listen the lectures carefully and write a short note on Accounting Standard 1 and Accounting Standard 2. Accounting Standard 1, disclosure of accounting policies. Accounting Standard 2, valuation of inventories.